ഹലോ നമസ്കാരം. നിങ്ങളൊക്കെ ലയണൽ മെസ്സിയുടെ കഥ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം 5 വേൾഡ് കപ്പ് കളിച്ചു. ആ 4 എണ്ണത്തിലും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ മാൻ ഓഫ് ദ ടൂർണമെൻ്റ് എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഓരോ പ്രാവശ്യം കപ്പ് കിട്ടുമ്പോഴും അദ്ദേഹം ആ കപ്പ് മേടിച്ച് കയ്യിലെടുത്ത് പിടിച്ചിട്ട് വളരെ നിരാശയോടുകൂടെ നിൽക്കുന്നത് അല്ലെങ്കിൽ സന്തോഷമില്ലാതെ നിൽക്കുന്നതാണ് നമ്മൾ പല വേൾഡ് കപ്പിലും കണ്ടത്. അതിന് മുമ്പത്തെ പല വേൾഡ് കപ്പിലും കണ്ടത്. എന്നാൽ 2022 ഖത്തറിൽ വെച്ച് ഞാനും കണ്ട കളിയാണ്. 2022 ഖത്തറിൽ വെച്ച് നടന്ന വേൾഡ് കപ്പിൽ ആദ്യത്തെ കളിയിൽ തന്നെ വേൾഡ് കപ്പിൻ്റെ അല്ലെങ്കിൽ ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത സൗദിയോട് അവർ വളരെ നിരാശയോടുകൂടി തോറ്റു. അന്നും മെസ്സി ഒരക്ഷരവും ഒരാരോപണവും ആരുടെ മേലും പറയാൻ വേണ്ടി നിന്നില്ല. അപ്പോഴും അദ്ദേഹം കണക്ക് കൂട്ടലിൻ്റെ അല്ലെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ പാതയിലായിരുന്നു. അങ്ങനെ പല കളികൾ കളിച്ച് 2022 ഡിസംബർ 18-ാം തീയതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നു, അദ്ദേഹം ഫ്രാൻസുമായിട്ട് അർജൻറ്റീന ഫൈനൽ കളിക്കുകയാണ്. ആ ഫൈനലിൽ അദ്ദേഹം 2 ഗോൾ അടിച്ചു. ആദ്യമായി അവർ വേൾഡ് കപ്പ്, അർജൻറ്റീന ആദ്യമായിട്ടല്ല, മെസ്സിയുള്ള ടീം ആദ്യമായിട്ട് വേൾഡ് കപ്പ് നേടുകയാണ്. അദ്ദേഹം ടോട്ടൽ 7 ഗോളാണ് ആ 2022 വേൾഡ് കപ്പിൽ മാത്രം അടിച്ചത്. ടോട്ടൽ വേൾഡ് കപ്പിൽ 13 ഗോൾ അടിച്ചെങ്കിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഗോൾ അദ്ദേഹം നേടിയത് ഖത്തർ വേൾഡ് കപ്പിലാണ്. ആ വേൾഡ് കപ്പും കഴിഞ്ഞ് പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സകല സോഷ്യൽ മീഡിയയിലും ട്രെൻഡിങ് ആയ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. മെസ്സി അതുവരെ കപ്പ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നെങ്കിൽ അദ്ദേഹം ആ കപ്പ് തൻ്റെ ബെഡിൽ വെച്ചിട്ട് അവിടെ കിടന്നുറങ്ങുന്ന ഒരു ചിത്രം. നമുക്കൊക്കെ വളരെ ഇൻസ്പിറേഷണലായ ഒരു കാര്യമാണ്. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നത് വരെ, അതിനു മുമ്പ് നമ്മൾ പല ചെറിയ ചെറിയ ലക്ഷ്യങ്ങളും നേടും. അവിടെയൊന്നും നമ്മൾ ഇത് കംപ്ലീറ്റ് ആയി എന്ന് വിചാരിച്ച് തളർന്നിരിക്കരുത്. അവസാന ലക്ഷ്യം നമ്മളുടെ നേടുന്നത് വരെ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞ് ഈ ലോകം മുഴുവൻ കീഴടക്കിയവൻ്റെ ഒരു സന്തോഷത്തോടു കൂടെ, അഭിമാനത്തോടു കൂടെ കിടന്നുറങ്ങുന്ന ആ കപ്പിനെ സ്വന്തം ബെഡിൻ്റെ അടുത്ത് വെച്ചിട്ട് കിടന്നുറങ്ങുന്ന ആ ഒരു സീനുണ്ടല്ലോ, എന്താ മോനെ പൊളി. അതെ, അതാണ് പരിശ്രമം. ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിന് വേണ്ടി അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ചെറിയ വിജയങ്ങളല്ല ആഘോഷിക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിജയം നമ്മുടെ ലക്ഷ്യം തന്നെയാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക. അതാണ് മെസ്സി നമുക്ക് നൽകുന്ന പാഠം. ഡോണ്ട് ഗീവ് അപ്പ് അൻറ്റിൽ യു അച്ചീവ് ഇറ്റ്. താങ്ക് യു.